ഇവിടെ കടന്നു വന്ന് നിങ്ങളെല്ലാം കാണുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിലത്തെ ചില ചിന്തകൾക്ക് ആധാരമായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം. യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. ആമേൻ. സങ്കീർത്തനക്കാരൻ ദൈവത്തിൻ്റെ ആത്മാവിൽ എഴുതി വെച്ചു, യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. ശക്തി രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ഈ ലോകത്തിലുള്ളതായിരിക്കുന്ന ശക്തിയുണ്ട്. മനുഷ്യർക്കുള്ളതായിരിക്കുന്ന ശാരീരിക ശക്തി, ബുദ്ധിശക്തി, സാമ്പത്തിക ശക്തി, അധികാരങ്ങളുടെ ശക്തി, ഈ ലോകത്തിൻ്റെ പ്രകൃതിയുടെ ശക്തി, വിവിധങ്ങളായിരിക്കുന്ന ശക്തി ഈ ലോകത്തിലുണ്ട്. എന്നാൽ ദൈവം അതിൽ നിന്നും വ്യത്യസ്തമായി തൻ്റെ ജനത്തിന് ഉയരത്തിൽ നിന്നുള്ള ദൈവശക്തിയാണ് കൊടുക്കുന്നത്. ഈ ലോകത്തിൽ നമുക്ക് ശരീരത്തിന് ശക്തിയുണ്ട്, ബുദ്ധിശക്തിയുണ്ട്, എല്ലാ നിലവാരത്തിലുമുള്ള ശക്തി നമ്മൾ ഉപയോഗിക്കുമ്പോഴും മറ്റു പലർക്കും ഇല്ലാത്ത ഒന്ന്, ആമേൻ, ഉയരത്തിൽ നിന്നുള്ളതായിരിക്കുന്ന ഒരു ദൈവശക്തി നമ്മുടെ മേൽ കർത്താവ് തന്നിട്ടുണ്ട്. ആ ദൈവശക്തി പ്രാപിച്ചവരൊക്കെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നമ്മളപ്പോൾ വ്യത്യസ്തരാണ്. ലോകത്തിലുള്ളവരെ പോലെയല്ല. ലോകത്തിലുള്ളവരെ പോലെ നമ്മൾ ജീവിക്കുന്നു, ജോലി ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ശക്തി, ഹല്ലേലൂയ, ഉയരത്തിൽ നിന്ന് പകർന്ന ശക്തി, ഈ ലോകത്തിൽ നിന്ന് കിട്ടിയതല്ല, ഉയരത്തിൽ നിന്ന് കിട്ടിയ ശക്തി പ്രാപിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നത്. സങ്കീർത്തനക്കാരൻ എഴുതി വെച്ചു, തൻ്റെ ജനത്തിന് ശക്തി നൽകും. ആമേൻ. പുതിയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ആ ദൈവശക്തി നമ്മുടെ മേൽ പകരപ്പെട്ടു. ഓരോ ദിനവും ആ ദൈവശക്തി പുതുക്കി. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, പലപ്പോഴും കൂടിയിരിക്കുമ്പോൾ അവർ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞവരായി തീർന്നു. അപ്പോൾ ദൈവശക്തി പ്രാപിച്ചവർ ആ ആത്മാവിൻ്റെ നിറവിലേക്ക്, ആമേൻ, ആ ശക്തിയുടെ പുതുക്കം ജീവിതത്തിൽ ആവശ്യമാണ് എന്ന് ബൈബിൾ, ഹല്ലേലൂയ, നമുക്ക് തെളിയിച്ചു തരികയാണ്. അപ്പോൾ നമ്മുടെ ഈ കൂട്ടായ്മയിൽ, ആമേൻ, സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു പുതുക്കം, ആമേൻ, ആ ശക്തിയുടെ, ആമേൻ, ഒരു വർധനവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരിൽ ആ ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അങ്ങനെയാണ് പറയുന്നത്, വിശ്വസിക്കുന്നവരിൽ ആ ശക്തിയുടെ ഒരു വ്യാപാരം, ആമേൻ, വെളിപ്പെടും. പൗലോസിന്റെ ഒരു വാക്കാണ് വ്യാപരിക്കുക എന്നുള്ളതായിരിക്കുന്ന വാക്ക്. തെസ്സലോനിക്ക സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ആമേൻ, ഞങ്ങൾ പ്രസംഗിച്ചതായിരിക്കുന്ന വചനം ഒരു മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ തന്നെ ദൈവവചനമായിട്ട് തന്നെ നിങ്ങൾ കൈക്കൊണ്ടു. തെസ്സലോനിക്ക സഭയുടെ ഒരു എടുത്തു പറയത്തക്ക ഒരു ക്വാളിറ്റിയാണ്, ആമേൻ, പ്രസംഗിച്ചതാരാണ്? മനുഷ്യരാണ്. ദൈവവചനമാണ് പ്രസംഗിച്ചത്. പക്ഷേ കേൾക്കപ്പെട്ടതായിരിക്കുന്ന തെസ്സലോനിക്ക സഭ അത് ദൈവവചനമായി അവർ ഏറ്റെടുത്തു. പ്രസംഗിച്ചത്, ആമേൻ, പൗലോസ് ആണെങ്കിലും കൂടെയുള്ളവരാണെങ്കിലും അത് കേട്ട് കഴിഞ്ഞപ്പോൾ അത് സാക്ഷാൽ ആകുന്നത് പോലെ. എങ്ങനെയാണ് സാക്ഷാൽ ആകുന്നത്? ദൈവവചനമാണ്. സാക്ഷാൽ ആകുന്നത് ദൈവത്തിന്റെ അരുളപ്പാടാണ്. അപ്പോൾ കേട്ടവർ അത് ദൈവശബ്ദമായി സ്വീകരിച്ചു. എന്നിട്ട് പൗലോസ് തെസ്സലോനിക്ക സഭയെക്കുറിച്ച് പറയുന്നത്, വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ വചനം വ്യാപരിക്കും, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മിൽ വ്യാപരിക്കും. ഹല്ലേലൂയ. വ്യാപരിക്കുക. അപ്പോൾ നമ്മൾ ഈ എന്തെങ്കിലും ഒരു രോഗത്തിന്, ഒരു തലവേദന ഉണ്ടെങ്കിൽ തലവേദനയ്ക്ക് ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ അത് നമ്മുടെ ശരീരത്തിനകത്ത് പല സ്ഥലത്തും വ്യാപരിക്കും. നമ്മുടെ രക്തത്തിൽ കലർന്ന് അത് വ്യാപരിച്ചു കഴിയുമ്പോഴാണ് ഇപ്പോൾ തലവേദന മാറുന്നത്. തലവേദനയ്ക്കാണ് ടാബ്ലറ്റ് കഴിക്കുന്നത്. അത് കഴിക്കുന്നത് ഞാൻ ഉദരത്തിലേക്കാണ് കഴിക്കുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ തലയിലെ വേദന മാറിപ്പോകുന്നു. അപ്പോൾ ആ ടാബ്ലറ്റിൻ്റെ ഗുണങ്ങൾ ശരീരത്തിനകത്ത് വ്യാപരിക്കുകയാണ്. ആ ഒരു പദമാണ് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത്, വ്യാപരിക്കും. അങ്ങനെ ദൈവത്തിന്റെ വചനവും, ആമേൻ, ദൈവത്തിന്റെ ആത്മാവും നമ്മിൽ വ്യാപരിക്കും. ഞാൻ മറിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു, ഒരു ടാബ്ലറ്റ് മേടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ വന്നിട്ട് ഞാനിങ്ങനെ കയ്യിൽ മുറുകെ പിടിച്ചോണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും, ഇത് എൻ്റെ കയ്യിലല്ല ഇരിക്കുന്ന, കൈ എൻ്റെ തന്നെയല്ല, എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് കരം, അതുകൊണ്ട് എൻ്റെ കരത്തിലിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് സംഭവിക്കും? അത് വ്യാപരിക്കത്തില്ല. കാരണം എൻ്റെ ശരീരത്തിലെ അവയവം ഞാൻ കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ട്, അത് പുറത്തേക്ക് പോകുന്നില്ല. എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലെന്ന് പറയാം, അതുപോലെ ഇരിക്കുന്നുണ്ട്. പക്ഷേ എത്ര നാൾ ഇത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെ അവിടെ ഇരിക്കും, അതെന്ത് ചെയ്യത്തില്ല, വ്യാപരിക്കത്തില്ല. എന്നതുപോലെ തന്നെ ദൈവത്തിന്റെ വചനവും, ആമേൻ, ചെല്ലപ്പെടേണ്ടുന്ന സ്ഥലമുണ്ട്. അപ്പൊ ടാബ്ലറ്റ് ചെല്ലപ്പെടേണ്ടുന്ന സ്ഥലത്ത് എന്നാൽ അത് വ്യാപരിക്കത്തുള്ളൂ എന്നതുപോലെ, ആമേൻ, ദൈവത്തിന്റെ വചനവും ചെല്ലേണ്ടുന്ന സ്ഥലത്ത് എന്നാൽ വ്യാപരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ വചനം രണ്ട് സ്ഥലത്തേക്ക് നമുക്ക് സ്വീകരിക്കാം. ഒന്ന്, നമുക്ക് ബുദ്ധിയിൽ സ്വീകരിക്കാം. രണ്ട്, നമുക്ക് ആത്മാവിൽ സ്വീകരിക്കാം. ബുദ്ധിയിൽ സ്വീകരിക്കുന്നത് നമുക്ക് അറിവായിരിക്കും, അതിനപ്പുറം നമുക്കത് പ്രയോജനം ചെയ്യില്ല. ഒരുപക്ഷെ നമുക്ക് വേറെ ആരോടെങ്കിലും ബുദ്ധിയിൽ പറഞ്ഞു കൊടുക്കാം, അതിനും അപ്പുറമായി
ബുദ്ധിയിൽ സ്വീകരിക്കുന്നത് പ്രയോജനം ചെയ്യില്ല, എന്നാൽ ആത്മാവിൽ സ്വീകരിക്കുന്നത് വ്യാപരിക്കും. ആത്മാവിൽ സ്വീകരിക്കുന്ന വചനം വ്യാപരിക്കും. അത് സൗഖ്യമായി, വിടുതലായി, ദൈവത്തിൻ്റെതായിരിക്കുന്ന അനുഗ്രഹങ്ങളായി നാളുകളിൽ ജീവിതത്തിൽ വെളിപ്പെടും. ഹല്ലേലൂയ. ഏതൊക്കെയോ സമയങ്ങളിൽ നമ്മളിൽ വ്യാപരിച്ച ദൈവശക്തിയാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. ഹല്ലേലൂയ. ആ പലവിധമായിരിക്കുന്ന സൗഖ്യങ്ങളോടെ, അത്ഭുതങ്ങളോടെ, അടയാളങ്ങളോടെ ഇന്നയോളം നടത്തിയത് എന്താണ്? ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ നമ്മിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ വചനമാണ്. ആ വചനം നമ്മിൽ വ്യാപരിച്ചിട്ടുണ്ട്. ആ വ്യാപരിച്ചത് കൊണ്ടാണ് ഹല്ലേലൂയ ഇന്ന് പലതും സാക്ഷ്യമായി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ ശക്തി, ഹല്ലേലൂയ ആമേൻ, നമുക്ക് കർത്താവ് നൽകി തന്നിരിക്കുകയാണ്. അപ്പോൾ ദൈവം എന്തിനു വേണ്ടിയാണ് നമ്മുടെ മേൽ ദൈവശക്തിയെ നൽകി തന്നിരിക്കുന്നത്? ആമേൻ. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ നമുക്കൊരു ഉദ്ദേശമില്ലേ എന്നതുപോലെ ഈ ലോകത്തിൽ ഒരു ശക്തി ഉള്ളപ്പോൾ നമുക്ക് ശരീരത്തിൽ നടക്കാനുള്ളതായിരിക്കുന്ന ശക്തി, ശരീരത്തിനൊരു ശക്തിയുണ്ട്, ഈ പ്രകൃതിയിലൊരു ശക്തിയുണ്ട്. അപ്പോൾ ഈ പ്രകൃതിയിലും ആമേൻ നമുക്ക് തന്നിരിക്കുന്നതായിരിക്കുന്ന ഒരു ശക്തിയുള്ളപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി ഉയരത്തിൽ നിന്നുള്ള ഒരു ശക്തി കർത്താവ് നമുക്ക് നൽകി തരുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ കർത്താവിന് ചില ഉദ്ദേശങ്ങളുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ദൈവത്തിന്റെ ശക്തി നമുക്ക്, എനിക്കും നിങ്ങൾക്കും നൽകി തന്നിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? അല്പം മാറി ആ ഒരു ചിന്തയാണ് ഇന്ന് രാത്രി പങ്കുവെക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ദൈവത്തിന്റെ ശക്തി നമുക്ക് നൽകി തരുന്നത്? വായിക്കാൻ നമുക്ക് വളരെ പരിചിതമായിരിക്കുന്ന ഒരു വാക്യം, ഹല്ലേലൂയ, അപ്പോസ്തല പ്രവൃത്തി 1-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. ആമേൻ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളായി മാറും. അപ്പോൾ ദൈവം തന്റെ ജനത്തിന് ശക്തി നൽകുന്നു. എന്തിനു വേണ്ടിയാണ് കർത്താവ് ശക്തി തന്നത്? അതിന്റെ പിന്നിൽ ദൈവത്തിനൊരു പ്രത്യേക പ്ലാനുണ്ട്. നമ്മൾ ആമേൻ ഹല്ലേലൂയ ഒന്ന് കൈയടിച്ച് ആരാധിക്കാനോ ആമേൻ അന്യഭാഷ പറയാനോ മാത്രമല്ല, ആമേൻ അതിനപ്പുറമായി ദൈവിക ഉദ്ദേശം എന്താണ്? എന്നിൽ പകരപ്പെട്ട ദൈവശക്തിയുടെ ദൈവിക ഉദ്ദേശം എന്താണ്? ഇവിടെ വചനം പറയുന്നു സാക്ഷികളായി മാറും. ദൈവത്തിന്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ സാക്ഷികളായി മാറും. ഹല്ലേലൂയ. അപ്പോൾ സാക്ഷ്യം നമുക്ക് അതരം കൊണ്ട് പറയുന്ന സാക്ഷ്യമുണ്ട്. അതരം കൊണ്ട് യേശുവിനെ മറ്റുള്ളവരോട് സാക്ഷിക്കുവാൻ വേണ്ടി നമുക്ക് കഴിയും. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാം യേശുവിനെ ഏതെങ്കിലുമൊക്കെ അവസരങ്ങളിൽ മറ്റുള്ളവരോട് പറയുന്നവരാണ്. ഹല്ലേലൂയ. അത് പറയാനുള്ളതായിരിക്കുന്ന പ്രചോദനം എന്താണ്? എന്നിലും നിങ്ങളിലും പകരപ്പെട്ടതായിരിക്കുന്ന ദൈവശക്തിയാണ്. ഹല്ലേലൂയ. ആ ദൈവശക്തിയെ പ്രാപിച്ചവർക്ക് അവസരം വരുമ്പോൾ യേശുവിനെ പറ്റി പറയാതിരിക്കാൻ കഴിയില്ല. ആമേൻ ഹല്ലേലൂയ. അവസരങ്ങൾ ലഭിക്കുമ്പോൾ യേശുവിനെ പറ്റി മറ്റുള്ളവരോട് സാക്ഷിക്കുന്നവരായി മാറും. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് പ്രാപിച്ച, ശക്തി പ്രാപിച്ചതായിരിക്കുന്ന ആമേൻ ഹല്ലേലൂയ നമ്മൾ ഓരോരുത്തരും പറയുന്ന വാക്കിനകത്ത് വ്യത്യാസമുണ്ട്. എല്ലാവരും യേശുവിനെ പോറ്റ് പറയുന്നത് പോലെയല്ല. ആമേൻ. ദൈവാത്മാവിന്റെ ശക്തി പ്രാപിച്ചവർ യേശുവിനെ പറ്റി പറയുമ്പോൾ അത് ജനങ്ങളുടെ ഹൃദയത്തെ തുറക്കും. ലുദിയായുടെ ഹൃദയം തുറന്നില്ലേ? ഹല്ലേലൂയ. എന്നതുപോലെ ആമേൻ ദൈവാത്മാവിന്റെ ശക്തിയിൽ പറയുമ്പോൾ, ഹല്ലേലൂയ, ആ ആത്മാവിൽ പറയുമ്പോൾ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തും, ജനങ്ങൾക്ക് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരിലും നമ്മളിൽ ഓരോരുത്തരും ആ ദൈവശക്തിയുണ്ട്. പറയണം യേശുവിനെ പറ്റി. ഹല്ലേലൂയ. ആരില്ല രൂപാന്തരം ഉണ്ടാക്കുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. ആമേൻ. ദൈവത്തിന്റെ ശക്തി തന്നതിന്റെ പിന്നിൽ ദൈവിക ഉദ്ദേശം യേശുവിനെ പറ്റി പറയാനാണ്. നാം അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ. ഹല്ലേലൂയ. അപ്പൊ വിളിച്ച യേശുവിനെ പറ്റി സൽഗുണങ്ങളെ പറയുക. ആമേൻ. അതാണ് ഹല്ലേലൂയ സാക്ഷ്യം. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ആമേൻ അതരം കൊണ്ട് പറയുന്ന സാക്ഷ്യമാണ്. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ജീവിതം എന്ന സാക്ഷ്യമാണ്. നമ്മുടെ ജീവിതം തന്നെ സാക്ഷ്യമാണ്. ഹല്ലേലൂയ. നമ്മൾ അതരം കൊണ്ട് പറയുന്നത് മാത്രമല്ല, നമ്മെ കാണുന്ന അനേക ആളുകളുണ്ട്. നമ്മൾ ജോലി ചെയ്യുന്നിടത്ത്, നമ്മുടെ ചുറ്റുവട്ടത്ത്, നമ്മുടെ താമസിക്കുന്നതിനടുത്തൊക്കെ നമ്മെ വീക്ഷിക്കുന്ന ആളുകളുണ്ട്. ഈ ആരാധനയ്ക്ക് വേണ്ടി ബൈബിൾ എടുത്തു പോകുമ്പോൾ നമ്മെ കാണുന്നതായിരിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള അനവധി ആളുകളുണ്ട്. അവരെല്ലാം നമ്മുടെ ജീവിതത്തെ നോക്കുന്നുണ്ട്. അപ്പോൾ ജീവിതം ഒരു സാക്ഷ്യമാണ്. നമ്മുടെ ജീവിതം. മൂന്നാമതൊരാൾ നമ്മുടെ ജീവിതത്തെ പറ്റി സാക്ഷ്യം പറയും. അപ്പോൾ എന്റെ സാക്ഷ്യം, എന്റെ ജീവിത സാക്ഷ്യം ഞാൻ പറയുന്നതല്ല, അത് മൂന്നാമതൊരാൾ പറയുന്നതാണ്, വേറൊരാൾ പറയുന്നതാണ്. ഹല്ലേലൂയ. എന്റെ ജീവിത സാക്ഷ്യം എന്ന് പറയുന്നത്. ഒരിക്കൽ ഞാൻ ഒരു മിഷണറിയെ പറ്റി ഇപ്രകാരം വായിച്ചു കേട്ടിട്ടുണ്ട്. ആ ഒരു മിഷണറിക്ക് ഒരിക്കൽ ഒരു ദേശത്തെ പറ്റിയുള്ളതായിരിക്കുന്ന ഒരു വെളിപ്പാട് കിട്ടി. ആ
ദേശത്തേക്ക് കടന്നു പോകുവാനുള്ളതായിരിക്കുന്ന ഒരു നിയോഗം, ആ ദേശത്ത് കടന്നു എന്ന് സുവിശേഷം അറിയിക്കുവാനുള്ളതായിരിക്കുന്ന നിയോഗം കിട്ടിയതായിരിക്കുന്ന ആ കർത്തൃഭൃത്യൻ ആ ദേശത്തെ പറ്റി കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു. അതിനുശേഷം തൻ്റെ കൂടെ വരാൻ ആരുമില്ല, ഈ ദേശത്തേക്ക് പോകാൻ ആരുമില്ല. പക്ഷേ ദൈവാത്മാവിന്റെ നിയോഗം അത്ര വലുതായിരുന്നത് കൊണ്ട് അദ്ദേഹം ഏതോ പായ്ക്കപ്പലൊക്കെ കിട്ടി അതിന് ഈ ദേശത്തേക്ക് യാത്രയായി. ലക്ഷ്യം വെച്ച് ആ ദേശത്ത് കടന്നു ചെന്നു. അവിടെ ചില നാളുകൾ അവിടെ പാർത്തു. അവിടെ കുറെ നാളുകളൊക്കെ പാർത്തെങ്കിലും അവരോട് യേശുവിനെ പറ്റി പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കുറെ നാളുകൾ പാർത്തു. അതിനുശേഷം അദ്ദേഹം അവിടെ തന്നെ മരിച്ചു, അവിടെ തന്നെ അടക്കപ്പെട്ടു. തിരികെ സ്വന്തം രാജ്യത്തേക്ക് പോകുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ചില ദൈവദാസന്മാർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ നടുവിൽ ഈ ദൈവദാസന്മാർക്ക് അതേ സ്ഥലത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു വെളിപ്പാട് കിട്ടുകയാണ്. അങ്ങനെ ആ ദേശത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ഇവർ 3 പേര് കൂടിയിരുന്ന് പഠിച്ചു. അങ്ങനെ 3 പേരും തീരുമാനിച്ചു, നമുക്ക് പോകാം, ആ ദേശത്തേക്ക് കടന്നു പോകാം. അങ്ങനെ ആ ദേശത്ത് അവർ 3 പേരും കടന്നു ചെന്നു. അവിടെ കടന്നു ചെന്ന് അവരുടേതായിരിക്കുന്ന ഭാഷകളൊക്കെ പഠിച്ചു. അവിടെ ലിപിയില്ല, അവരുടെ ഭാഷയിൽ ലിപി ഉണ്ടാക്കി. അങ്ങനെ ആ ഭാഷയിൽ ലിപി ഉണ്ടാക്കി അവിടെയുള്ളതായിരിക്കുന്ന ആളുകളെ കൂട്ടിവരുത്തി ഈ ഭാഷ ലിപിയൊക്കെ പഠിപ്പിച്ചു, ലിപി പഠിപ്പിച്ചു. അങ്ങനെ ഒരു സുവിശേഷം വിവർത്തനം ചെയ്തു. വിവർത്തനം ചെയ്തതിന് ശേഷം ഈ കൂടി വന്നവരോട് യേശുവിനെ പറ്റി പറയാൻ തുടങ്ങി. യേശു ചെയ്ത അത്ഭുതങ്ങൾ, യേശുവിന്റെ ജനനം, യേശുവിന്റെ ജീവിതം, മരണം, ഉയർപ്പെല്ലാം ഇവരോട് പറയാൻ തുടങ്ങി. ഇങ്ങനെ പറഞ്ഞ് ഈ കൂട്ടായ്മയൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ കൂടിയിരിക്കുന്ന ആളുകൾ പറയും, നിങ്ങൾ പ്രസംഗിക്കുന്നതായിരിക്കുന്ന യേശു എന്നാണെന്നോ ഒന്നും ഞങ്ങൾക്ക് പേരറിയില്ല, ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ പറയുന്നല്ലോ യെരുശലേമിലാ ജനിച്ചതെന്ന്, ജനിച്ചത് എവിടെയാണെന്ന് അറിയത്തില്ല, ഇവിടെ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു, മരിച്ചത് ഇവിടെ തന്നെയാണ്. നിങ്ങൾ പറയുന്നല്ലോ 3 ദിവസം കൊണ്ട് ഉയർത്തെഴുന്നേറ്റുവെന്ന്, ഉയർത്തെഴുന്നേറ്റൊന്നുമില്ല, ഞങ്ങളാണ് ഇവിടെ അടക്കിയത്, അടക്കിയ സ്ഥലം ഇന്നും അതുപോലെ തന്നെയുണ്ട്. ഈ കേൾക്കപ്പെട്ടതായിരിക്കുന്ന ദൈവദാസന്മാർക്ക് ആകാംക്ഷയായി, ഇതെന്താ ഇങ്ങനെ പറയുന്നത്? യേശുവിനെ പറ്റി പറയുമ്പോൾ ഇവര് വാദിക്കുകയാ, ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു യേശു. ഹല്ലേലൂയ. അങ്ങനെ ഇതെന്താണെന്ന് പിന്നീട് പല പ്രാവശ്യം ചോദിച്ചപ്പോൾ മനസ്സിലായി, പണ്ട് ഒരു ദൈവദാസൻ ഇവിടെ കടന്നു വന്നു, അദ്ദേഹത്തിന് ഇവരുടെ ഭാഷ പഠിക്കാൻ കഴിഞ്ഞില്ല, ഇവരോട് യേശു എന്ന് ഇവരുടെ ഭാഷയിൽ പറയാൻ കഴിഞ്ഞില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് യേശുവിനെ അവർക്ക് കാട്ടിക്കൊടുക്കുവാൻ ഇടയായി തീർന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിലൂടെ ഹല്ലേലൂയ, അവരോടുള്ള സ്നേഹം വെളിപ്പെടുത്തിയതിലൂടെ യേശുവിനെ ജീവിതം കൊണ്ട് അവരുടെ മുൻപിൽ തെളിയിക്കാൻ തക്കവണ്ണം ഇടയായി. അവരോട് ഒരു വാക്ക് പോലും യേശുവിനെ പറ്റി പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതം അവരുടെ മുൻപിൽ ഒരു സാക്ഷ്യമായിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വരുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ ജീവിതം തന്നെ ഒരു സാക്ഷ്യമായി മാറും. മറ്റുള്ളവർ പറയത്തക്ക നിലവാരത്തിൽ ദൈവിക വിടുതലുകൾ നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ആത്മാവ് നൽകിത്തരും. അതെ, ആദ്യ സമയങ്ങളിൽ വിശ്വാസ ജീവിതത്തിൽ ആദ്യ സമയങ്ങളിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ പല കുടുംബങ്ങളും എതിർപ്പുകൾ പറയുന്ന കുടുംബങ്ങളുണ്ട്, തള്ളിപ്പറയുന്ന കുടുംബങ്ങളുണ്ട്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന പലർക്കും ഒരുപക്ഷെ അനുഭവങ്ങൾ കാണും. ചില നാളുകൾ കഴിയുമ്പോൾ അവർ ഈ പറഞ്ഞതൊക്കെ തിരുത്തി പറയും. ഹല്ലേലൂയ, എന്റെ കുടുംബം അങ്ങനെ ഒരു കുടുംബമായിരുന്നു, എന്റെ കുടുംബത്തിൽ നിന്റെ പിതാവ് വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിത്തിരിച്ചു, എന്റെ കുടുംബക്കാരെല്ലാം എതിർപ്പായി, ഒരാൾ പോലും വീട്ടിൽ കയറത്തില്ല. അപ്രകാരം എതിർപ്പ് വന്നതായിരിക്കുന്ന സമയങ്ങൾ, എന്റെ പപ്പയുടെ അമ്മ മരിച്ചതായിരിക്കുന്ന സമയത്ത് മരണത്തിന് മാത്രം പോയി, ബാക്കിയുള്ളതായിരിക്കുന്ന ചടങ്ങുകൾക്ക് പോയില്ല. കുടുംബക്കാരെല്ലാം എതിർപ്പായി. പല നിലവാരത്തിൽ ഞങ്ങളെ തള്ളിപ്പറഞ്ഞു. എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ ഇതിനെയെല്ലാം തിരുത്തി കുറിച്ചുകൊണ്ട് ഇന്ന് ഏതൊരു ഭവനത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഏതൊരു ഭവനത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നടന്നാലും ആദ്യം എന്നെ വിളിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ആ കുടുംബത്തിൽ ഒരു പാസ്റ്റർ ഉണ്ട്. എന്റെ കുടുംബത്തിനകത്ത് അച്ഛന്മാരുണ്ട്, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവരെ വിളിച്ച് പ്രാർത്ഥിക്കാറില്ല. ഇന്നും വിശ്വാസ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ ആദ്യം എന്നെ വിളിക്കും, എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഹല്ലേലൂയ പിന്നീട് അവരുടെ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. അതെ, ഒരു സമയത്ത് വേറൊരു നിലവാരത്തിൽ പറഞ്ഞെങ്കിലും പിന്നീട് അതിനെ തിരുത്തി പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ജീവിതം സാക്ഷ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമുക്ക് പരിചിതമായിരിക്കുന്ന വാക്യമാണ്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് നമ്മൾ സാക്ഷികളായി മാറും. അപ്പോൾ ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ നൽകി തരുന്നതിന്റെ ദൈവിക ഉദ്ദേശം എന്താണ്? നമ്മൾ സാക്ഷികളായി മാറണം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ സാക്ഷ്യം വഹിക്കാൻ തക്കവണ്ണം കഴിയാതെ വണ്ണം ഈ ലോകത്തിന്റെ പിശാച് അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കുമ്പോൾ അതിനെ ജയിക്കുവാൻ തക്കതായിരിക്കുന്ന ഒരു ദൈവശക്തി നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ദൈവം
ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ നൽകി തന്നിരിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ദൈവിക ഉദ്ദേശം എന്ന് പറയുന്നത് ആമേൻ ഹല്ലേലൂയ നമ്മൾ സാക്ഷികളാകാൻ വേണ്ടിയാണ്. ആമേൻ ഹല്ലേലൂയ. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 9-ാമത്തെ വാക്യം. ആ സഹോദരി പറയുന്നത് ജീവിത സാക്ഷ്യമാണ്. അപ്പോൾ ഈ ഒരു സാക്ഷ്യം നാളുകൾ നോക്കിയിട്ടാണ് ഈ സഹോദരി പറയുന്നത്. പെട്ടെന്ന് ഒരു ദിവസം അതുവഴി കടന്നുപോയത് കണ്ടിട്ടല്ല ഈ സഹോദരി പറയുന്നത്. നാളുകൾ വീക്ഷിച്ചിട്ട് പറയുകയാണ്, നമ്മുടെ ഈ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഈ ദൈവമനുഷ്യൻ വായിക്കാം അത്. വിശുദ്ധനായിരിക്കുന്ന ഒരു ദൈവപുരുഷനായി ആമേൻ കണ്ടു. അപ്പോ ഹല്ലേലൂയ സഹോദരി പറഞ്ഞ സാക്ഷ്യം നാളുകൾ ആമേൻ നോക്കിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ജീവിത സാക്ഷ്യം ഉളവാകാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ കർത്താവ് നൽകി തന്നിരിക്കുന്നത്. അടുത്ത 2-ാമത്തെ കാര്യം, ആമേൻ പത്രോസ് എഴുതിയ 2-ാമത്തെ ലേഖനം അതിന്റെ 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. അപ്പോൾ ഈ ദിവ്യശക്തി, ഇവിടെ പത്രോസ് പറഞ്ഞിരിക്കുന്നത് ദിവ്യശക്തി എന്നാണ്. ആ ദിവ്യശക്തി പകർന്നതിൻ്റെ 2-ാമത്തെ ഉദ്ദേശം നമ്മുടെ ജീവൻ ആവശ്യമായതെല്ലാം അതിനകത്ത് കർത്താവ് നൽകി തന്നിട്ടുണ്ട്. നമ്മുടെ ജീവനും നമ്മുടെ ഭക്തിക്കും ആവശ്യമായതെല്ലാം ഈ ദിവ്യശക്തിയിൽ നമ്മുടെ മേൽ നൽകി തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നടത്തുവാൻ, ഹല്ലേലൂയ, നമ്മൾ ചോദിക്കുന്ന വിവിധ കാര്യങ്ങളുണ്ട്, അതിനേക്കാളും ശ്രേഷ്ഠമായി നടത്തുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ആമേൻ ഹല്ലേലൂയ ഇന്ന് നമ്മളിലൊക്കെ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ആമേൻ വിശ്വസിക്കുക. ആ ദൈവശക്തി നമ്മൾ ചോദിക്കുന്നതിനേക്കാളും ആമേൻ ശ്രേഷ്ഠമായി നടത്തുവാൻ ആമേൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മെ മുൻപോട്ട് നടത്തും. എന്തിനു വേണ്ടി ആ ദൈവം ആ ശക്തി നൽകി തന്നത്? അതെ ഹല്ലേലൂയ, നമ്മൾ ചോദിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമായി, പ്രാർത്ഥിക്കുന്ന വിഷയത്തിനേക്കാളും ശ്രേഷ്ഠമായി നടത്തുവാൻ വേണ്ടി. അപ്പോൾ ജീവൻ, ഈ ലോക ജീവന് ആവശ്യമായതെല്ലാം ആമേൻ എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ആമേൻ നമ്മുടെ ചിന്തകളെക്കാൾ ഉപരി ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ കുറിച്ച് വ്യക്തമായിരിക്കുന്ന ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാനിൻ പ്രകാരം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായതെല്ലാം നമ്മിൽ വ്യാപരിക്കുന്ന ആമേൻ ദൈവശക്തിയിൽ കർത്താവ് പകർന്നു തന്നിട്ടുണ്ട്. അതിനെ പ്രാപിക്കുക എന്നുള്ളതാണ്. വിശ്വസിക്കുക, അതിനെ പ്രാപിക്കുക. ആമേൻ ഹല്ലേലൂയ. അതിനൊരു പക്ഷേ പ്രാർത്ഥന ഒരു ഘടകമായിരിക്കാം, ആമേൻ വചനം കേൾക്കുന്ന ഒരു ഘടകമായിരിക്കാം. എന്നാൽ ഏത് സമയമായിരുന്നാലും വിശ്വസിക്കുക, അതിനെ പ്രാപിക്കുവാൻ തക്കവണ്ണം തയ്യാറാകുക. നമ്മുടെ ജീവൻ ആവശ്യമായതെല്ലാം സുവിശേഷങ്ങളിൽ ആമേൻ യേശു കർത്താവ് എത്രയോ പേരുടെ ജീവിതത്തെയാണ് സ്പർശിക്കുന്നത്, എത്രയോ പേരുടെ രോഗത്തെയാണ് കർത്താവ് സൗഖ്യമാക്കുന്നത്. അപ്പോൾ കർത്താവ് ഈ ലോകത്തിൽ വന്നപ്പോൾ ഈ ലോകത്തെ ജീവനും കർത്താവ് ആമേൻ ഹല്ലേലൂയ പ്രധാനമായി കാണുന്നുണ്ട്. ഈ ലോകത്തെ ജീവിതത്തിന് ആമേൻ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മർക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 2-ാമത്തെ അധ്യായം 1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ അവിടെ പക്ഷപാതക്കാരനായിരിക്കുന്ന ഒരു മനുഷ്യനെ ചുമന്നുകൊണ്ട് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കവർനഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് സ്ഥിതിയായി. ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി. അവർ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാരം നിമിത്തം അവനോട് സമീപിച്ചുകൂടായികയാൽ അവനിരുന്ന സ്ഥലത്തിന് മേൽപ്പുര പൊളിച്ച് തുറന്നു പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ 4 പേര് പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുന്ന ഭാഗമാണ്. ആ 4 പേരുടെ വിശ്വാസം കണ്ടിട്ട്
യേശു ഈ പക്ഷപാതക്കാരന് സൗഖ്യം കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് വന്നതുപോലെയല്ല തിരികെ ആമേൻ മറ്റൊരു നിലവാരത്തിലാണ് കടന്നു പോകുന്നത്. തിരികെ സന്തോഷത്തോടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നു പകൽക്കാലവും ആമേൻ ചിലർ വന്നതുപോലെയല്ല ആമേൻ സന്തോഷത്തോടെ കടന്നു പോകത്തക്ക നിലവാരത്തിൽ ചില ദൈവീക വിടുതലുകൾ ഈ ആലയത്തിനകത്ത് വെളിപ്പെടുമെന്ന് ആത്മാവിൽ ഞാൻ തിരിച്ചറിയുകയാണ്. അപ്പോൾ പക്ഷപാതക്കാരനെയുമായി ആമേൻ ഇങ്ങോട്ട് വന്നതുപോലെയല്ല, ആമേൻ ഇങ്ങോട്ട് വരാൻ 4 പേര് കൂടെ ഉണ്ടായിരുന്നു. തിരികെ ആ മനുഷ്യൻ എഴുന്നേറ്റ് നടന്നുപോയി. യേശുവിന്റെ സൗഖ്യം പരിപൂർണമായിരിക്കുന്ന സൗഖ്യമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിന് മാറ്റം വരുത്തിയതായിരിക്കുന്ന യേശു ഇന്നു പകൽക്കാലം നമ്മുടെയും ജീവിതത്തിൽ പലരും വിവിധങ്ങളായിരിക്കുന്ന പ്രയാസങ്ങളായിരിക്കാം, ഏതു മേഖലയിലായിരുന്നാലും അതേ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തി നമ്മുടെ ജീവൻ ആവശ്യമായതെല്ലാം അതിനകത്തുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നമ്മുടെ ഏതെങ്കിലും രോഗങ്ങളാണെങ്കിൽ ആ രോഗങ്ങളെയും സൗഖ്യമാക്കുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് കഴിയും. ഈ വചനം കേൾക്കുമ്പോൾ, ദൈവത്തിൻ്റെതായിരിക്കുന്ന വചനം കേൾക്കുമ്പോൾ അതൊന്ന് വ്യാപരിക്കുവാൻ തക്കവണ്ണം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? എന്നിൽ ആ ദൈവശക്തി ഒന്ന് വ്യാപരിക്കട്ടെ, അത് ചില രോഗങ്ങളെ മാറ്റട്ടെ, അത് ജീവിതത്തിൽ ചില വഴികളെ തുറക്കട്ടെ എന്ന് ആത്മാവിൽ എത്ര പേർക്കൊന്ന് പ്രാർത്ഥിച്ച് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയും? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ചില വിടുതലുകൾ കാണുവാൻ കഴിയുമെന്ന് ആത്മാവിൽ ഞാൻ തിരിച്ചറിയുകയാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഈ 4 സ്നേഹിതന്മാർ നമുക്ക് ഒത്തിരി പാഠങ്ങൾ നൽകുന്നുണ്ട്. ആമേൻ, വളരെ നല്ല സ്നേഹിതന്മാരാണ്. ഈ പക്ഷപാതക്കാരനെയും ചുമന്നുകൊണ്ടുവരണമെങ്കിൽ ഈ പക്ഷപാതക്കാരനോടുള്ള സ്നേഹം, ഇവനൊരു സൗഖ്യം കിട്ടണമെന്നുള്ളതായിരിക്കുന്ന ആ വലിയൊരു ആഗ്രഹമുള്ളത് കൊണ്ടല്ലേ 4 സ്നേഹിതന്മാർ ഇദ്ദേഹത്തെ ചുമന്നുകൊണ്ടുവരുന്നത്. ഇദ്ദേഹത്തെ ചുമന്നുകൊണ്ടുവരുന്നതെന്ന് ശ്രദ്ധിക്കുക. ഒരുപക്ഷെ ഈ കിടക്കപ്പ പോലെയുള്ളതായിരിക്കുന്ന പായിലായിരിക്കാം ഈ മനുഷ്യനെ എടുത്തുകൊണ്ടുവരുന്നത്. ഈ മനുഷ്യനെ എടുത്തുകൊണ്ടുവരുമ്പോൾ 4 പേര് 4 സൈഡിൽ ഒരുപോലെ പിടിച്ചെങ്കിലേ ഈ മനുഷ്യനെ കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. 4 പേരും 4 സൈഡിൽ ഒരുപോലെ പിടിക്കണം. അപ്പോൾ ഈ 4 പേരുടെ ഐക്യത നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ഒരു നല്ല ഐക്യതയാണ്. ഇന്ന് ആമേൻ 4 പേരുണ്ടെങ്കിൽ 4 ചിന്തയിലും 4 രീതിയിൽ പോകുന്നത് കൊണ്ട് ഒരുപക്ഷെ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, ഈ പക്ഷപാതക്കാരനെ യേശുവിന്റെ അടുക്കൽ എത്തുകയില്ല. പോകുന്ന വഴിക്ക് എന്തെങ്കിലും പറഞ്ഞ് ഒരാൾ ഇട്ടേച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സൈഡ് ഇങ്ങനെ താഴേക്ക് കിടക്കും. ഹല്ലേലൂയ. പോകുന്ന വഴിക്ക് ഒരാൾ ചിന്തിക്കുക, എനിക്ക് ഭാരം കൂടുതലാണ്, ഞാൻ ഇച്ചിരി താത്തി കൊടുക്കാമെന്ന് ചിന്തിച്ചാലോ? ഇല്ല, 4 നല്ല സ്നേഹിതന്മാർ അവർ ഒരുപോലെ പിടിച്ചു, ഐക്യതയോടെ പിടിച്ചു. ഹല്ലേലൂയ. അതെ, നമ്മളും ഐക്യതയോടെ, ഹല്ലേലൂയ, ആമേൻ, ഏതെങ്കിലും വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, പ്രാർത്ഥനയ്ക്ക് 100% കർത്താവിന്റെ സന്നിധിയിൽ മറുപടിയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അതെ, ഹല്ലേലൂയ. മറ്റുള്ളവരുടെ വിഷയമാണെങ്കിലും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നതിലൂടെ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ ആമേൻ സഭയ്ക്കകത്ത് അനുഭവിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ 4 പേരും ആമേൻ ഒരുപോലെ ഐക്യതയോടെ, ഇവരൊരു ഐക്യതയുള്ളവരായിരുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ പെട്ടെന്നുള്ള വിടുതൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആമേൻ. ഈ 4 പേരുടെ ഈ ശ്രദ്ധ ഈ മനുഷ്യനിലായിരുന്നു. നമ്മളാണെങ്കിലും ഒരു 4 പേര് ഒരു വസ്തു എടുത്തുകൊണ്ട് പോകണമെങ്കിൽ നമ്മുടെ ശ്രദ്ധ എവിടെ വേണം? ഒരു കട്ടിൽ ഇവിടുന്ന് പുറത്തോട്ട് ഇറക്കണമെങ്കിൽ 4 പേരും ഈ കട്ടിലിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ മുട്ടും. ഇത് ഒരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. അപ്പോൾ ശ്രദ്ധ എവിടെ വേണം? ഈ ചുമക്കുന്ന സാധനത്തിൽ വേണം. അപ്പോൾ ഈ 4 സ്നേഹിതന്മാരെ നോക്കുക, ഇവരുടെ ശ്രദ്ധ എവിടെയായിരുന്നു? ഈ വിടുതൽ കിട്ടേണ്ടുന്ന വിഷയത്തിനകത്തായിരുന്നു ഇവരുടെ ശ്രദ്ധ. വിടുതൽ കിട്ടേണ്ടുന്ന, സൗഖ്യം കിട്ടേണ്ടുന്ന ഈ മനുഷ്യനിലായിരുന്നു ഇവരുടെ ശ്രദ്ധ. ഇവരുടെ ശ്രദ്ധ എന്ത് ചെയ്തില്ല? മാറിപ്പോയില്ല. ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, അവൻ നമ്മുടെയും ശ്രദ്ധ മാറിപ്പോകരുത്. നമ്മുടെ ആത്മീക ഗോളത്തിൽ നമ്മുടെ ശ്രദ്ധയെ തിരിച്ചു കളയുന്ന വിവിധങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങൾ, സാധ്യതകളൊക്കെയുള്ള ഈ ലോകത്തിൽ നമ്മുടെ ലക്ഷ്യം എന്താണ്? കർത്താവിങ്കിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കുന്നതാണ്. അതിനപ്പുറമായി കൂട്ടായ്മയിൽ നമ്മൾ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? ഹല്ലേലൂയ. ബാക്കിയെല്ലാം കൂട്ടായ്മയിൽ നടന്നുകൊള്ളും. ആമേൻ. കല്യാണം ഒരുപക്ഷെ നടത്തി തരും, ബാക്കിയെല്ലാം നടത്തും. അതിനപ്പുറമായി ഹല്ലേലൂയ കൂട്ടായ്മയിൽ കടന്നു വരുമ്പോൾ ഒരേ ഒരു ലക്ഷ്യം മാത്രം. ആമേൻ. എന്താണ്? കർത്താവിങ്കിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കുക എന്നുള്ളത്. എന്നാൽ ഹല്ലേലൂയ കാലങ്ങൾ മാറിയപ്പോൾ ആമേൻ സഭയിൽ വിവിധങ്ങളായിരിക്കുന്ന ചിന്തകളായി, ആമേൻ, ഹല്ലേലൂയ കസേരയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കുന്ന പിടിവലികളായി ശ്രദ്ധ മാറിപ്പോവുകയാണ്. ആമേൻ. അങ്ങനെ ശ്രദ്ധകൾ മാറിപ്പോകുന്ന ഈ ആമേൻ നമ്മുടെ വിശ്വാസ സമൂഹത്തിന്റെ ഇടയിൽ ആമേൻ വിഷയങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം.
ഹല്ലേലൂയ. കുടുംബങ്ങളിലുള്ളതായിരിക്കുന്ന വിഷയങ്ങൾ, ആമേൻ, പലരും ഭാരപ്പെടുന്നതായിരിക്കുന്ന എത്രയോ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഈ 4 പേരുടെയും ശ്രദ്ധ ഈ വിഷയത്തിനകത്ത് ആമേൻ ആയിരുന്നു. ഹല്ലേലൂയ. ഈ ഒരു വിഷയത്തെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിനെ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. അപ്പോൾ ഈ 4 പേര് നമുക്ക് നൽകിത്തരുന്ന ഒരു പാഠം, ആമേൻ, ഏത് പ്രാർത്ഥനാ വിഷയമാണോ അതിനകത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. ആമേൻ, ദൈവത്തിന്റെ മഹത്വം നമുക്ക് കാണാൻ കഴിയും. ഐക്യതയോടെ പ്രാർത്ഥിക്കൂ. ആ വിഷയത്തിനകത്ത് ഏത് വിഷയമാണ്, ചില ദിവസങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മാറിപ്പോകരുത്. കേന്ദ്രീകരിക്കൂ ശ്രദ്ധ വിഷയത്തിനകത്ത്. ദൈവ മഹത്വം കാണാൻ തക്കവണ്ണം കഴിയും. ഹല്ലേലൂയ. ഇവർ കടന്നു ചെല്ലുമ്പോൾ ഇവർക്ക് തടസ്സങ്ങളാണ്, ഒട്ടനവധി തടസ്സങ്ങൾ. ആമേൻ, ആളുകൾ ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. വാതിൽക്കൽ പോലും കയറുവാൻ ഇടമില്ലാതെ വണ്ണം ആളുകൾ കൂടിയിരിക്കുന്നതാണ് ഇവർ കാണുന്നത്. അവർക്ക് മുന്നോട്ട് ദൈവത്തിങ്കിൽ നിന്ന് ഇവർ ഉദ്ദേശിച്ചു വന്ന വിടുതൽ പ്രാപിക്കാൻ അവർക്ക് തടസ്സമാണ് മുൻപിൽ. ഹല്ലേലൂയ. ആമേൻ, അവര് നോക്കുമ്പോ തടസ്സമാണ്. ഹല്ലേലൂയ. ആമേൻ, ഒരു പക്ഷേ ഞാനായിരുന്നെങ്കിൽ വിചാരിക്കുമായിരുന്നു, ആമേൻ, ചില ദിവസങ്ങൾക്ക് മുൻപ് യേശു കവർന്നഹൂമിൽ വന്നു. ഇന്ന് വന്നു പോയി കഴിഞ്ഞാലും ചിലപ്പോൾ ചില ദിവസങ്ങൾ കഴിഞ്ഞാൽ യേശു ഇവിടെ വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അന്ന് ഇവനെയുമായിട്ട് വരാമെന്ന് ചിന്തിക്കാനുള്ള ഒരു സാധ്യത സ്വാഭാവികമായിട്ടുണ്ട്. പക്ഷെ ഈ 4 സ്നേഹിതന്മാർ അതിന് തയ്യാറായില്ല. ഈ വാതിൽക്കൽ പോലും ഇടമില്ല. അവർക്ക് മുൻപിൽ തടസ്സങ്ങൾ മാത്രമാണ്. ഒരു കാരണവശാലും അവർ പ്രതീക്ഷിക്കുന്ന ഒരു വിടുതൽ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവോടെ നിർത്തുന്നല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രതീക്ഷിച്ച വിടുതൽ ആമേൻ പ്രാപിക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ ആമേൻ നിന്റെ മുൻപിൽ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ആത്മാവ വചനത്തിനകത്ത് നിന്ന് ദൂതായി വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, മാറരുത്, നിനക്കുള്ള വിടുതൽ നിന്റെ മുൻപിൽ തന്നെയുണ്ട്. ഹല്ലേലൂയ. ശമനഘടക പ്രവേനിയ അർത്ഥന ജഗൽക്കനാദിയ. ഹല്ലേലൂയ. മുൻപിൽ മുഴുവൻ തടസ്സങ്ങളാണോ? അതെ, തടസ്സങ്ങൾ അവിടെ ഇരിക്കട്ടെ. ആമേൻ, പറ, ഞാൻ അതിനെ അതിജീവിക്കും. തടസ്സങ്ങൾ കണ്ട് ഞാൻ പിന്മാറത്തില്ല. ആമേൻ, എന്റെ മുൻപിലുള്ളതായിരിക്കുന്ന തടസ്സങ്ങളെ കണ്ട് ഞാൻ പിന്നോട്ട് പോകത്തില്ല. ആമേൻ, എന്റെ മുൻപിൽ ആമേൻ എനിക്കുള്ള വിടുതലിന്റെ സമയമായി. ആമേൻ, മുഴുവൻ തടസ്സമാണോ? വാതിൽക്കൽ പോലും ഇരിക്കാതെയുള്ള ആളുകൾ ഇരിക്കുന്നത് പോലെയുള്ള തടസ്സമാണോ? നിന്റെ വിടുതലിനുള്ള സമയമായി. പക്ഷപാതക്കാര, നിന്റെ വിടുതലിനുള്ള സമയമായി. ഹല്ലേലൂയ. ആമേൻ, ഇനിയും നീ ഇതുപോലെ കിടക്കേണ്ടി വരികയില്ല. നിനക്കുള്ള വിടുതലിൻ്റെതായി സമയമായി. അതാണ് ഈ തടസ്സം. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ, ഈ 4 സ്നേഹിതന്മാർ ഹല്ലേലൂയ തടസ്സങ്ങളെ വകവച്ചില്ല. ആമേൻ, ഇവര് വിചാരിച്ചില്ല തിരികെ പോകാം എന്നിവര് വിചാരിച്ചില്ല. ഹല്ലേലൂയ. ഇവര് മുൻപോട്ട് ഓരോ ചുവടുകളും വെച്ചു. ആമേൻ, സാധ്യതയില്ല അകത്ത് കയറാൻ. ഇവര് മറ്റൊരു കാര്യം ചെയ്തു. എന്തു വന്നാലും ആമേൻ വിടുതലുമായിട്ടേ പോകത്തുള്ളൂ എന്നിവർ തീരുമാനിച്ചു. ഹല്ലേലൂയ. ആമേൻ, പലപ്പോഴും നമ്മൾ അത് ആഗ്രഹിക്കാറില്ല. ആമേൻ, ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ചിട്ടേ എഴുന്നേൽക്കൂ എന്ന് ആമേൻ ആഗ്രഹിക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ചിട്ട് ഞാൻ മടങ്ങിപ്പോവുകയുള്ളൂ. അങ്ങനെയുള്ളവരെ വിടുവിക്കാതെ, ആമേൻ, അങ്ങനെയുള്ളവർക്ക് ദൈവത്തിന്റെ കൃപ പകരാതെ, അങ്ങനെയുള്ളവർക്ക് ദൈവത്തിന്റെ ആലോചനകൾ കൈമാറാതെ ആമേൻ എഴുന്നേറ്റ് പോകേണ്ടി വരികയില്ല. ദൈവം വിശ്വസ്തനായിരിക്കുന്ന ദൈവമാണ്. Praise the Lord. Hallelujah. അപ്പോൾ ഈ ആമേൻ ഹല്ലേലൂയ ഇവര് ഇച്ചിരി വിലപിടിപ്പുള്ള ഒരു കാര്യം ചെയ്തു. ഇവര് യേശു ഇരുന്ന ഈ ഭവനത്തിന്റെ മേൽക്കൂര പൊളിച്ച് ഈ പക്ഷപാതക്കാരനെ ഇറക്കി വെച്ചു. ആമേൻ ഹല്ലേലൂയ. ചിന്തിച്ചു നോക്കുക, യേശു കുറച്ച് കഴിയുമ്പോൾ ഇവിടുന്ന് അങ്ങ് പോകും. സൗഖ്യം കിട്ടിയവരും പോകും. ഈ വീടിന്റെ ഉടമസ്ഥനുണ്ടല്ലോ, ഉടമസ്ഥൻ എന്ത് ചെയ്യും? ഈ 4 പേരെയും പിടിച്ചു നിർത്തും. അല്ലെങ്കിൽ ഈ വിടുതൽ കിട്ടിയ മനുഷ്യനെയും കൂടെ കൂട്ടി 5 പേരെയും പിടിച്ചു നിർത്തും. പിടിച്ചു നിർത്തിയിട്ട് പറയും, എന്റെ വീടിന്റെ മേൽക്കൂര വെച്ച് തന്നിട്ട് പോയാ മതി എന്ന് സ്വാഭാവികമായിട്ടും പറയും. ആമേൻ, അവർ അതിനും തയ്യാറായി. ഇനി ഹല്ലേലൂയ, ഇനി വില മുടക്കണമെങ്കിൽ വില മുടക്കാം. ആമേൻ, ഒരു മേൽക്കൂര വെച്ചു കൊടുക്കണമെങ്കിൽ ഞങ്ങൾ അതിനും തയ്യാറാകും. എന്തു വന്നാലും ഞങ്ങൾക്കുള്ള വിഷയം യേശുവിന്റെ അടുക്കൽ ഈ വിഷയം എത്തിക്കുക എന്നുള്ളതാണ്. എന്തു വന്നാലും ഞങ്ങളുടെ വിഷയം ആമേൻ ഈ പക്ഷപാതക്കാരന്റെ ജീവന് വേണ്ടിയിട്ടുള്ളതായിരിക്കുന്ന ആമേൻ ഒരു വിടുതൽ വെളിപ്പെടണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഹല്ലേലൂയ. ഈ 4 സ്നേഹിതന്മാർ നമുക്ക് നല്ല പാഠമാണ്. ആമേൻ, അവർ 4 പേരും ആമേൻ ഈ പക്ഷപാതക്കാരനെ ചുമന്ന് യേശുവിന്റെ അടുക്കൽ കൊണ്ടുചെല്ലുന്നു. യേശു ഹല്ലേലൂയ അതേ പക്ഷപാതക്കാരന് സൗഖ്യം കൊടുക്കുന്നു. ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ, ആമേൻ, ഈ ദിവ്യശക്തി നമ്മുടെ ജീവനാവശ്യമായതെല്ലാം ഇതിനകത്ത് നൽകി തന്നിരിക്കുമ്പോൾ ആമേൻ ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്ത് അതൊന്ന് വ്യാപരിക്കട്ടെ നമ്മുടെ ശരീരത്തിനകത്ത്. ഇന്ന് പകലിലും ആമേൻ നമ്മുടെ ശരീരത്തിനകത്ത് വിടുതൽ തരാൻ
ദൈവത്തിന് കഴിയും. ആമേൻ. കാലം മാറിയപ്പോൾ വിവിധ രീതിയിൽ രോഗങ്ങൾ മനുഷ്യനെ പിടിക്കുന്നുണ്ട്. ആമേൻ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ആമേൻ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, ജീവിതചര്യകളെല്ലാം ഒത്തിരി മാറിയിട്ടുണ്ട്. അതിൻ്റെതായിരിക്കുന്ന വിവിധ ബുദ്ധിമുട്ടുകൾ ആമേൻ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ നടുവിലും നമ്മൾ വിളിക്കുന്ന ദൈവം സൗഖ്യമാക്കാൻ കഴിയുന്നവനല്ലേ? ഹല്ലേലൂയ. ഏതൊരവസ്ഥയിലായിരുന്നാലും നമ്മെ അറിയുന്ന കർത്താവ് ആമേൻ നമ്മെ വിടുവിക്കുവാൻ മതിയായ കർത്താവാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആമേൻ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? ഒരു സൗഖ്യം എനിക്ക് വേണ്ടി ആമേൻ. ആ പക്ഷപാതക്കാരന് ആമേൻ ലഭിച്ചതായിരിക്കുന്ന സൗഖ്യം 38 വർഷമായി ബെഥസ്ദ കുളക്കരയിൽ കിടന്ന് മനുഷ്യൻ ലഭിച്ചതായിരിക്കുന്ന സൗഖ്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രിയും എനിക്ക് വേണ്ടി ഒരു സൗഖ്യം നൽകി തരണമേ എന്ന് ആത്മാവിൽ എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? ചുടാമന ഹന്തര പ്രഭേ. ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങൾ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. എൻ്റെ പപ്പ ആമേൻ ഒരു വശം തളർന്നു പോയത് ആളായിരുന്നു. ആമേൻ. പരിമല പള്ളിയുമായിട്ട് ബന്ധം, ഞങ്ങൾ ചെങ്ങന്നൂരാണ് ആ സമയം താമസിച്ചുകൊണ്ടിരുന്നത്. ആമേൻ. ഹല്ലേലൂയ. അന്ന് പള്ളിക്കാരൊക്കെ പറഞ്ഞു പരിമല പള്ളിക്ക് ചുറ്റും കിടന്ന് ഉരുണ്ടാ മതി. പപ്പ പറഞ്ഞു അന്ന് ഒരു വിശ്വാസം ഇല്ലാത്ത രീതിയിലാണ്. അന്ന് പറഞ്ഞു കിടന്നുരുണ്ടിട്ടാ സൗഖ്യം കിട്ടുന്നെങ്കിൽ എനിക്ക് ആ സൗഖ്യം വേണ്ട, വീട്ടിൽ ഇരുന്നു. ആമേൻ. ഹല്ലേലൂയ. ഒരു ദൈവദാസൻ വന്ന് പ്രാർത്ഥിച്ചു. ആമേൻ. അല്പാൽപ്പം മാറ്റമുണ്ടായി. പിന്നീട് ചർച്ചിൽ ചെന്നു. ആമേൻ. ദൈവത്തിന്റെ ആത്മാവിനാൽ നിറച്ചു. അതോടെ പരിപൂർണ്ണ സൗഖ്യമായി. ആമേൻ. ചില നാളുകൾക്കും ഇവിടെ കടന്നു വന്നിട്ടുണ്ടായിരുന്നു സൗഖ്യങ്ങൾ. ആമേൻ. എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു സൗഖ്യം നൽകി തന്നത് ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ. ആമേൻ. ഞാനൊരിക്കൽ ഒരു ആരാധന നടത്താൻ വേണ്ടി ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എറണാകുളത്ത് ഒരു ചർച്ചിൽ പോയി. ആമേൻ. ആ ചർച്ചിൽ പോയിട്ട് തിരികെ വരുമ്പോൾ ഞാനും എൻ്റെ ഒരു സ്നേഹിതനുണ്ട് ബൈക്കിൽ തിരികെ വരുമ്പോൾ ഒരു പട്ടി ഞങ്ങളുടെ ബൈക്കിന് നേരെ ക്രോസ് ചാടി ഞങ്ങൾ അവിടെ റോഡിൽ ആമേൻ വീണു. അങ്ങനെ ഒരു ചെറിയ അപകടമുണ്ടായി. ചെറിയ ചെറിയ പരിക്കുകൾ കാലിന് മുട്ടിനും കൈക്കൊക്കെ ഉണ്ടായി. അവിടെയുള്ള ഹോസ്പിറ്റലിൽ പോയി പ്രാഥമിക ചികിത്സ കഴിഞ്ഞ് വീട്ടിൽ പോയി. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ മുറിവൊക്കെ ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഞാനൊരു കാര്യം തിരിച്ചറിഞ്ഞു. കാല് മടക്കിയിട്ടിട്ട് നിവർത്തത്തില്ല. ഇതുപോലെ ഇരിക്കുന്ന രീതിയിൽ ഇരുന്നതിന് ശേഷം കാല് നിവർത്താൻ കഴിയത്തില്ല. അത്രമാത്രം കാലിന് വേദനയാണ്. ആമേൻ. ഞാൻ വലിയ കാര്യമാക്കിയില്ല, വീണന്റെ ആണ് എന്നൊക്കെ കരുതി. പിന്നെ അതിനുവേണ്ടി ഒന്നും പ്രത്യേകം ഞാൻ പ്രാർത്ഥിച്ചില്ല. ഇങ്ങനെ കാലങ്ങൾ ഇങ്ങനെ കുറെ മുന്നോട്ട് പോയി. ഒരിക്കലും ഈ വേദനയൊക്കെ ഇങ്ങനെ കൂടുതലായുണ്ട്. ചർച്ചിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കൂടുതൽ സമയം നിൽക്കുകയാണ്. ആമേൻ. ഈ സാക്ഷ്യത്തിന് വേണ്ടി കുറച്ച് സമയം കൊടുക്കുമ്പോൾ അല്പസമയം ഇരുന്നിട്ട് എനിക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല. ഈ മേശയിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കാല് പതിയെ നൂർത്ത് വെച്ചിട്ട് പതിയെ നൂർത്ത് വെക്കാൻ കഴിയത്തുള്ളൂ. ഈ കോച്ചുവാദം എന്നൊക്കെ പറയത്തില്ലേ എന്ന് പറയുന്നത് പോലെ അതിഭയങ്കരമായിരിക്കുന്ന വേദനയാൽ ഞാൻ ഭാരപ്പെട്ടു. നടക്കുവാണെങ്കിൽ കുഴപ്പമില്ല, കാലും മടക്കി കഴിഞ്ഞാൽ നൂർത്താൻ കഴിയത്തില്ല. ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇരുന്ന സമയമുണ്ട്. ഒരിക്കൽ ഞാൻ എൻ്റെ സ്നേഹിതനായിരിക്കുന്ന പാസ്റ്ററോട് പറഞ്ഞു, ഇന്ന പോലെ എൻ്റെ കാലിനൊരു വേദനയാണ്, ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയാ പറഞ്ഞത്. അദ്ദേഹം മുഖത്തിങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞു, ഇത്രയും ചെറുപ്പത്തിലെ വേദന വന്നാൽ വലുതാകുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്ന് ആ ദൈവദാസൻ പറഞ്ഞു. അത് പിന്നെ പ്രാർത്ഥിക്കാനും ആരോടും പറഞ്ഞില്ല. ഒരിക്കൽ ഞാൻ വീട്ടിലിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരിക്കൽ രാത്രിയാണ്, ഏകദേശം 10:30 സമയം രാത്രിയായപ്പോൾ വീട്ടിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് യാക്കോബിന്റെ ലേഖനം എനിക്ക് വായിച്ചു വന്നപ്പോൾ നമുക്ക് പരിചിതമായിരിക്കുന്ന വാക്യമാണ്, നിങ്ങൾ ദീനമായി കിടക്കുന്ന സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. ആമേൻ. എണ്ണ പൂശി പ്രാർത്ഥിക്കാനുള്ളതായിരിക്കുന്ന വചനം. ആമേൻ. ഈ വചനം എത്രയോ പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ വചനം വായിക്കുമ്പോൾ ഈ വചനത്തിനകത്ത് ദൈവാത്മാവ് അങ്ങ് പിടിച്ചു നിർത്തുകയാണ്. വേറൊരാൾ സംസാരിക്കുന്നത് പോലെ എൻ്റെ ഹൃദയത്തോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്നിൽ അസാധാരണമായിരിക്കുന്ന ഒരു വിശ്വാസം രൂപപ്പെട്ടു വന്നു. ആമേൻ. ഞാൻ വിശ്വസിച്ചു എനിക്ക് സൗഖ്യം കിട്ടും എന്നുള്ളത് ഞാൻ വിശ്വസിച്ചു. കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഈ വചനത്തിനകത്ത് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നേരെ എഴുന്നേറ്റ് ചെന്നപ്പോൾ എൻ്റെ പപ്പയും അമ്മയൊക്കെ നല്ല ഉറക്കമായി. ആമേൻ. നേരെ അടുക്കളയിൽ ചെന്നു, വെളിച്ചെണ്ണ കുപ്പി എടുത്ത് അല്പം വെളിച്ചെണ്ണ എൻ്റെ കയ്യിൽ ഇങ്ങനെ എടുത്തു. എൻ്റെ റൂമിലേക്ക് വന്നിട്ട് ഞാൻ വിശ്വസിച്ചു. ആമേൻ. ഹല്ലേലൂയ. ആ വചനം ഒന്നും കൂടെ ഞാൻ വായിച്ചു. എന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഇപ്പോൾ സഭയിലെ മൂപ്പന്മാരെ വരുത്താനില്ല, പക്ഷെ ഈ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, എനിക്ക് സൗഖ്യം തരണം. ഞാൻ കാല് നീട്ടിയിട്ടു, എൻ്റെ കാലിൻ്റെ മുട്ടിൽ ആമേൻ സ്തോത്രം ചൊല്ലി അതിങ്ങനെ പുരട്ടി. ആമേൻ. ഹല്ലേലൂയ. അത് പുരട്ടിയിട്ട് ശേഷം വീണ്ടും ഞാൻ കാല് മടക്കി വെച്ചു. ആമേൻ. ആ സമയത്തെ വിശ്വാസം അത് അസാധാരണമായിരിക്കുന്ന ഒരു വിശ്വാസമാണ്. ഞാൻ വിശ്വസിച്ചു എനിക്ക് സൗഖ്യമുണ്ടായി എന്ന് ഞാൻ വിശ്വസിച്ചു. ആമേൻ. ഹല്ലേലൂയ. കാല് മടക്കിയിട്ടു. വീണ്ടും ഒരു 15 മിനിറ്റ് ചില്ലുവാനം ഞാനിരുന്ന് പ്രാർത്ഥിച്ചു. ആമേൻ. ഏകദേശം 10:45 കഴിഞ്ഞ സമയത്ത് ഞാൻ വിശ്വസിച്ചു എനിക്ക് സൗഖ്യമുണ്ടായി. ഞാൻ ആമേൻ ചാടി എഴുന്നേറ്റ് അടുത്ത സ്റ്റെപ്പ് വെക്കാൻ തുടങ്ങിയപ്പം കാലിന്റെ വേദന മാറിയില്ല. ഞാൻ നേരെ ബാത്റൂമിലോട്ട് പോകുന്ന സമയത്ത് സത്യമായിട്ടും എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ മനസ്സ് വിചാരിച്ചു, വേറെ ആരും കണ്ടില്ലല്ലോ, ഞാൻ മാത്രമല്ലേ അറിഞ്ഞുള്ളൂ. പിന്നീട്
2-3 ദിവസം കഴിഞ്ഞ് ഒരു തിങ്കളാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. ആ ശനിയാഴ്ച ഞങ്ങളുടെ സെന്ററിന്റെ മാസയോഗം നടക്കുകയാണ്. സെന്ററിന്റെ മാസയോഗത്തിൽ സാധാരണ ഒരു യോഗത്തിന് പോകുന്ന രീതിയിൽ ഞാൻ പോയി ആ സെന്ററിന്റെ മാസയോഗത്തിൽ പങ്കെടുത്തു. പ്രത്യേകിച്ചൊരു ഉണർവോ ഒന്നും, ഒരു ദൈവശക്തി എന്നിൽ വ്യാപരിക്കുന്നത് പോലെയോ വെളിപ്പെടുന്നത് പോലെയോ ഒന്നും എനിക്ക് തോന്നിയില്ല. ഞാൻ സാധാരണ പോയി തിരിച്ചു വന്നു. അന്ന് വൈകിട്ട് ഞാൻ വൈകിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി സാധാരണ ഇരിക്കുന്ന പോലെ ഇരുന്നിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ കാലിൻ്റെ വേദനയില്ല. ഞാൻ വലിയ കാര്യമാക്കിയില്ല, പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സൗഖ്യമായിരിക്കുമെന്ന് അങ്ങനെ വിശ്വസിച്ചില്ല, അങ്ങനെയുള്ള ചിന്ത പോയില്ല. പിന്നീട് ഓരോ ദിവസവും ഞാൻ ചിന്തിച്ചു. അടുത്ത ദിവസം ഞായറാഴ്ച പോയി സാക്ഷ്യത്തിന് സമയം കൊടുത്ത സമയത്ത് ഇരുന്നു. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ കാലിന് വേദനയില്ല. എൻ്റെ തലയാഴ്ച വരെ 2 കൈയും മേശയിൽ ഊന്നിയാണ് ഒരു കാല് പയ്യെ നൂർത്തി വെക്കുന്നത്. എന്നാൽ അന്ന് വേദനയില്ല. ആമേൻ. ആ ശനിയാഴ്ച ആമേൻ ദൈവത്തിന്റെ വിടുതൽ വ്യാപരിച്ചു. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തായിരിക്കത്തില്ല. ആമേൻ. നിരാശപ്പെട്ടു പോകരുത്. പ്രാർത്ഥനയിൽ ആമേൻ ഒരു വിടുതൽ കണ്ടില്ല എന്ന് കരുതി നിരാശപ്പെട്ടു പോകരുത്. എനിക്കും നിങ്ങൾക്കുമുള്ളതായിരിക്കുന്ന വിടുതൽ ഏത് സമയത്താണ് വെളിപ്പെടുന്നതെന്ന് പറയാൻ കഴിയത്തില്ല. ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകൽക്കാലവും സൗഖ്യം തരുവാൻ യേശുവിന് കഴിയും. അർത്ഥന പ്രമേനിയ. ആമേൻ. ഒന്ന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ഹല്ലേലൂയ. ഇതിനകത്ത് ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെടട്ടെ. റമ ശംദര പ്രബല ഘടക ശംദേനിയ. കാലിന്റെ മുട്ടിന്റെ വേദനകൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. റംഷേനിയർദന. അങ്ങനെ അസ്വസ്ഥത അനുഭവിക്കുന്നവർക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ സൗഖ്യം വ്യാപരിക്കുന്നു. ഈ രാത്രി സൗഖ്യം വെളിപ്പെടുന്നു. റാംഷാറ്റാലാബ അർമസ്ബേനിയ അർദന ദഗൽഖമാനിയ പ്രമേനിയ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യങ്ങൾ ഉളവാകട്ടെ. അവൻ കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞതുപോലെ ആമേൻ. ഇന്ന് ഈ രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ ആർത്തേനിയ. അതെ, ആ ഒരു നിലവാരത്തിൽ തന്നെ ആമേൻ. കാലിന്റെ വേദനകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുവാൻ അധികാരമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. പ്രബല രഗട റിഗദഗടക പ്രവേനിയ റംശേദിയാർദന പ്രബാല അർത്ഥന ജഗൽക്കനാദിയ പ്രബലയാർദന. യേശുവിന്റെ നാമത്തിൽ ആ ഒരു സൗഖ്യത്തിന്റെ ആത്മമണ്ഡലം വ്യാപരിക്കട്ടെ. അത് കുടുംബങ്ങളിലേക്ക്, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെ കുടുംബങ്ങളിലേക്ക് ആ ഒരു ആത്മവ്യാപാരം യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. ആമേൻ. സൗഖ്യങ്ങളായി, വിടുതലുകളായി, അത് ചില നാളുകൾ കഴിയുമ്പോൾ സാക്ഷ്യമായി പറയത്തക്ക നിലവാരത്തിൽ പ്രബല ഘടക ശംദര പ്രവേനിയ. യേശുവിന്റെ നാമത്തിൽ ആ ദൈവകൃപ വ്യാപരിക്കട്ടെ. ആ ദൈവകൃപ വ്യാപരിക്കട്ടെ. റംഷേനിയ അർത്ഥര പ്രബല ഘടക ദുരബല ബൗഡ പ്രവേനിയ. അവൻ തന്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കുന്നു. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും വരുത്തുന്ന ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളത്, പ്രാണനെ ആത്മാവിനെ സന്ധിമജ്ജകളെ വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുവാൻ കഴിയുന്ന ആ വചനത്തിന്റെ ഒരു വ്യാപാരം, ആ വചനത്തിലൂടെ വെളിപ്പെടുന്ന ദൈവശക്തിയുടെ ഒരു വ്യാപാരം ഇന്ന് ഈ സമയത്ത് ഈ ആലയത്തിനകത്ത് വ്യാപരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. പ്രബല ഘടക ശംതന. ഹല്ലേലൂയ. നമ്മുടെ ജീവൻ ആവശ്യമായതെല്ലാം നമ്മിൽ ദൈവത്തിന്റെ ആത്മാവിൽ നമ്മുടെ മേൽ നൽകി തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ജീവന് മാത്രമല്ല, വരാനുള്ള നിത്യജീവനിലും. റോമാലേഖനം 8:11 ഇപ്രകാരമാണ് കാണുന്നത്: യേശുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ യേശുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഹല്ലേലൂയ. അപ്പോൾ ലോകത്തിൽ പലർക്കും കിട്ടാത്തതായിരിക്കുന്ന ദൈവശക്തി ദൈവത്തിൻ്റെ ജനത്തിന് കൊടുത്തത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ആമേൻ. യേശുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ച അതേ ആത്മാവാണ്. ആമേൻ. ആ ആത്മാവ് നമ്മെയും ജീവിപ്പിക്കും. ഹല്ലേലൂയ. നമ്മെയും ജീവിപ്പിക്കാൻ വേണ്ടിയാണ് ആമേൻ ഈ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ നൽകി തന്നത്. ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ താഴേക്ക് നിങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പത്രോസ് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ ആമേൻ അല്ലെ ഈ ദിവ്യശക്തി ജീവൻ ആവശ്യമായതെല്ലാം, ഭക്തിക്ക് ആവശ്യമായതെല്ലാം ആമേൻ ദാനം നൽകിയിരിക്കുന്നു. ആമേൻ. അതിന്റെ അവസാനം ആമേൻ ഒരു ഭാഗം കൂടെ പറഞ്ഞു നിർത്തട്ടെ. ഈ ദിവ്യശക്തി എന്തിനു വേണ്ടിയാണ് കർത്താവ് നൽകി തന്നതെന്ന് അറിയാമോ? ആമേൻ. അതിന്റെ ആമേൻ 4-ാമത്തെ വാക്യം. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരാൻ. അപ്പോൾ ദിവ്യശക്തി നമുക്ക് തന്നത് ദിവ്യ സ്വഭാവത്തിന് നമ്മൾ കൂട്ടാളികളാകാൻ വേണ്ടിയാണ്.
അപ്പോൾ നമുക്ക് നമ്മുടേതായിരിക്കുന്ന സ്വയശക്തി കൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഈ ലോകത്തിലുള്ള ഒരു ശക്തിയുണ്ട്, ആ ശക്തി കൊണ്ട് ആമേൻ നമുക്ക് ആ ദിവ്യ സ്വഭാവത്തോട് അനുരൂപപ്പെടാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ വചനപ്രകാരം നമുക്ക് നമ്മുടെ ശക്തി കൊണ്ട് ജീവിക്കാൻ കഴിയത്തില്ല. ആമേൻ. റോമാലേഖനം 7-ാം അധ്യായം പരാജയപ്പെട്ട ഒരു മനുഷ്യനാണ്. ആമേൻ. സ്വയമായ ജീവിതത്തിൽ മുന്നേറാൻ ശ്രമിച്ച് ജയിക്കാൻ ശ്രമിച്ച് ആ സ്വയശക്തി കൊണ്ട് പരാജയപ്പെട്ടു പോയ ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ അവസാനം പറയുന്ന ഇപ്രകാരമാണ്: അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അതീതമായിരിക്കുന്ന ശരീരത്തിന് എന്നെ ആര് വിടുവിക്കും? ആരും വിടുവിക്കാനില്ല. ആമേൻ. പല നിലവാരത്തിൽ ന്യായപ്രമാണത്തിന്റെ പലതും ആമേൻ വായിച്ചും കേട്ടും അനുസരിക്കാൻ ശ്രമിച്ചിട്ട് ആമേൻ ജയിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു മനുഷ്യൻ. എന്നാൽ ആമേൻ 8-ാം അധ്യായം തുടങ്ങുന്നത് അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ആമേൻ ഒരു ശിക്ഷാവിധിയുമില്ല, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം. ഹല്ലേലൂയ. 8-ാം അധ്യായം മുഴുവൻ കാണുന്നത് ദൈവത്തിന്റെ ആത്മാവിനാൽ ജയാളിയായി തീരുന്ന മനുഷ്യനെയാണ്. 7-ാം അധ്യായം അവസാനിപ്പിക്കുന്നത് സ്വയശക്തിയിൽ ആശ്രയിച്ച് പരാജയപ്പെട്ട മനുഷ്യനെയാണെങ്കിൽ 8-ാം അധ്യായം സ്വയം ശക്തിയിൽ ആശ്രയിക്കുന്നവനല്ല. 8-ാം അധ്യായം ദൈവത്തിന്റെ ആത്മാവിൽ ആശ്രയിക്കുന്നവനാണ്. അതെ, നമ്മുടെ ജീവിതം ദൈവത്തിന്റെ ആത്മാവിന് വിധേയപ്പെട്ടു കൊടുത്താൽ മതി. ആമേൻ. നമ്മുടെ സ്വഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ആമേൻ. മാറിക്കൊണ്ടിരിക്കും. അതിന്റെ പൂർണ്ണതയൊന്നും നമുക്ക് ഒരു പക്ഷെ കാണാൻ കഴിഞ്ഞെന്ന് വരത്തില്ല ഈ ലോകത്തിൽ. അതിന്റെ പൂർണ്ണത കർത്താവിന്റെ വരവെങ്കിലേ കാണാൻ കഴിയുള്ളൂ. എന്നാൽ ആമേൻ നമ്മുടെ സ്വഭാവങ്ങൾ മാറും. നമ്മുടെ എത്രയോ സ്വഭാവങ്ങൾ മാറി. ഇതിനകത്ത് എത്രയോ പേർ മുൻപ് മദ്യപിച്ചവരുണ്ടായിരുന്നു. മാറ്റം വന്നു. എന്തുകൊണ്ടാണ്? ഈ ദിവ്യശക്തി വ്യാപരിച്ചു കഴിഞ്ഞപ്പോ ആമേൻ ആ നിലവാരങ്ങൾ മാറിയില്ലേ? ആമേൻ ജീവിത നിലവാരങ്ങൾ മാറിയില്ലേ? എത്രയോ സ്വഭാവങ്ങൾ മാറി. കോപിക്കുന്ന സ്വഭാവം, ആമേൻ എത്രയോ പേർ ദൈവാത്മാവിന്റെ ശക്തി പ്രാപിച്ചപ്പോൾ ആമേൻ എത്രയോ കോപ സ്വഭാവങ്ങൾ വിട്ടുമാറി. ആമേൻ നമ്മുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. ഇന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉൾപ്പെടെ വിവിധങ്ങളായിരിക്കുന്ന ആമേൻ നമ്മുടേതായിരിക്കുന്ന സ്വഭാവങ്ങൾ രൂപപ്പെട്ടത് എല്ലാം മാറി. വചനം പറയുന്നു, ഈ ദിവ്യശക്തിയാൽ ദിവ്യ സ്വഭാവത്തിന് നമ്മൾ അനുരൂപരായിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ദൈവശക്തി തന്നതിൻ്റെ ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മൾ സാക്ഷികളാകാൻ വേണ്ടിയാണ്. ആമേൻ. നമ്മുടെ അതരം കൊണ്ട് പറയുന്ന സാക്ഷ്യം ജീവിതം എന്ന സാക്ഷ്യം. ആമേൻ. ഹല്ലേലൂയ. ദൈവശക്തി നമുക്ക് തന്നതിൻ്റെ ദൈവിക ഉദ്ദേശം ഈ ലോകത്തിൽ നമ്മുടെ ജീവൻ ആവശ്യമായതെല്ലാം അതിനകത്ത് കർത്താവ് നൽകി തന്നു. വിശ്വസിച്ച് ഏറ്റെടുക്കുക. അല്ലെ, ദൈവശക്തിക്കകത്തുണ്ട് ആമേൻ നമ്മുടെ ആവശ്യമായതെല്ലാം. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ശ്രേഷ്ഠമായി നടത്തുവാൻ ദൈവശക്തി. ഹല്ലേലൂയ. പിന്നെ പലവിധമായിരിക്കുന്ന കാര്യങ്ങൾ താഴേക്ക് പറയുന്നുണ്ട്. അവസാനമായി ഞാൻ പറഞ്ഞത് ദിവ്യ സ്വഭാവത്തോട് നമ്മൾ ആമേൻ കൂട്ടാളികളായി മാറുക. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ, വിശേഷാൽ ഈ സഭയിൽ കടന്നു വരുവാൻ, പ്രിയപ്പെട്ടവരെ കാണുവാൻ, അല്പസമയം കർത്താവെ ദൈവത്തിന്റെ വചനം പങ്കുവെക്കുവാനൊക്കെ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവരെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഹൃദയം തുറന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ സഭയെ അനുഗ്രഹിക്കുന്നു. ഈ സഭയിലുള്ള കുടുംബങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർ ആത്മീകമായി അനുഗ്രഹിക്കപ്പെടട്ടെ, അവർ ശാരീരികമായി അനുഗ്രഹിക്കപ്പെടട്ടെ, അവർ കർത്താവെ ആമേ സാമ്പത്തികപരമായി അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബങ്ങൾ യേശുവിന്റെ നാമത്തിൽ എല്ലാ നിലവാരത്തിലും അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ സഭ അനുഗ്രഹിക്കപ്പെടട്ടെ. പുതിയ ആത്മാക്കൾ സഭയിൽ കടന്നു വരട്ടെ. ആമേ സഭ ആത്മാക്കളെ കൊണ്ട് നിറയപ്പെടട്ടെ. എല്ലാ നിലവാരത്തിലും പരിശുദ്ധാത്മാവിന്റെ വലിയ അളവ് ഈ ആലയത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് കൈമാറി അനുഗ്രഹിക്കുന്ന എല്ലാ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നിങ്ങൾ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുമെന്ന വചനം പോലെ കർത്താവ് ഈ സഭയിലുള്ള ദൈവദാസനെ കുടുംബമായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവകരത്തിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ഈ സമയം വചനം കേട്ട നിങ്ങളോടെല്ലാവരോടും വിശേഷാൽ സഭയുടെ കർത്തൃദാസനോടും എൻ്റെ ഹൃദയംഗമായ നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുന്നു.